ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്ത്രീകൾ നയിക്കുന്ന ഒരു സർവീസ് സെൻറ്റർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾ മാത്രം. കാരണം പൊതുവേ സ്ത്രീകൾ ഈ ഏരിയയിലേക്ക് സർവീസ് സെൻറ്ററിലേക്ക് വരാൻ മടിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തൊക്കെ തന്നെ സാധ്യതകൾ ഒരുപാട് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. പക്ഷെ അതിലേക്ക് സ്ത്രീകൾ വരാറില്ല. പക്ഷെ അങ്ങനെ ഞാൻ ചിന്തിച്ച സമയത്താണ് ഞാൻ ഇങ്ങനൊരു മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നുള്ള ആഗ്രഹിച്ചു. കാരണം ഞാൻ 2006 മുതൽ കസ്റ്റമറുടെ കെയറിങ്ങും അതേപോലെ തന്നെ ആഫ്റ്റർ സർവീസിനും ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഞാൻ സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ തന്നെ ആരും ചെയ്യാത്ത ഒരു റീറ്റെയിൽ ചെയിൻ ആരും ചെയ്യില്ല. കാരണം ഒരു സ്ഥാപനത്തിൻ്റെയും അകത്ത് സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യില്ല. കാരണം സർവീസ് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണല്ലോ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ അതൊരു റിസ്ക് എടുക്കാൻ ആരും തയ്യാറല്ല. പക്ഷേ ഞാനത് 2006 മുതൽ എൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിർബന്ധമായിരുന്നു. കാരണം സ്ത്രീകൾ ഉപയോഗിക്കുന്ന, ഇപ്പം നമ്മൾക്ക് അറിയാലോ, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഫോണുകളിലും ഒരുപാട് സീക്രട്സുകളുണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ പല ഫോട്ടോസുകളും കാര്യങ്ങളും, അങ്ങനെ പല കാര്യങ്ങളും വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള പല. അപ്പോൾ ഇത് പലപ്പോഴും സ്ത്രീകൾ റിപ്പയർ ചെയ്യാൻ, സർവീസ് ചെയ്യാൻ അവർ മടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയോട് പറയുന്ന സാധനം ഒരു പുരുഷനോട് ചിലപ്പം പറയാൻ, അവർ സർവീസ് സെൻറ്ററിൽ വന്നിട്ട് പറയാൻ അവർ മടി കാണിക്കാറുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ആ സ്ഥാപനം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ 2 വർഷം മുമ്പ് ആ സ്ഥാപനം തുടങ്ങിയ സമയത്ത് 14 സ്റ്റേറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് അവർക്ക് സ്വന്തമായിട്ടൊരു സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇന്ന് കേരളത്തിലുള്ള മൈജിയിലുള്ള മേജർ സ്റ്റോറുകളെല്ലാം സ്ത്രീ സാന്നിധ്യമുണ്ട്. വലിയൊരു കോൺസെപ്റ്റാണ്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിരവധി കുട്ടികൾ അവിടുന്ന് പഠിച്ചപ്പം സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുകയും അതോടൊപ്പം തന്നെ ഗൾഫിലേക്ക് പോവുകയും ഒരുപാട് പിന്നെ സ്റ്റുഡൻസ് ഇപ്പോൾ പഠിച്ചിറങ്ങി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ വരുന്ന പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് സാധ്യതകളുള്ള ഏരിയയാണ്. അപ്പം അത്തരം പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് നമ്മളെ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് വളരെ ചെറിയ കാലയളവിനുള്ളിൽ ഇത് പഠിച്ചെടുത്ത് നല്ല രീതിയിലുള്ള ഒരു ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റും. ഈ കോൺസെപ്റ്റ് പല ആളുകൾക്ക് അറിയില്ല. ഈ പറഞ്ഞ ഫോൺ നമ്മളെ പല രഹസ്യങ്ങളായിരിക്കും പല ആളുകളുടെയും ഫോണിൽ. നമ്മൾ ഫോൺ ചൈത്യാൽ കളയുന്ന ആളുകളാണ് കൂടുതൽ. നമ്മളതിനെ വെച്ചാൽ നമ്മളെ എല്ലാ സർവീസ് സെൻറ്ററുകളും ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സർവീസ് ചെയ്യുന്നത്. നമ്മളെ ബാക്ക് എൻഡിൽ എനിക്ക് സെപ്പറേറ്റ് ക്യാമറ വെച്ച് ഞാനിവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാലും നിങ്ങൾക്ക് ആസ് ഒരു കസ്റ്റമർ ആയാലും അവർക്ക് കണ്ടുകൊണ്ട് മാത്രമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഹിഡനായിട്ടുള്ള ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല രീതിയിൽ നമുക്ക് 2006 മുതൽ 2021 വരെ ഇന്ന് വരെ ഒരു കംപ്ലയിൻറ്റ് അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. അത്രയും അത് ഫോക്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഏരിയ. കാരണം ചെറിയൊരു മിസ്റ്റേക്ക് ഒരു സ്റ്റാഫ് ചെയ്താൽ ഞങ്ങളുടെ കംപ്ലീറ്റ്ലി ഇമേജ് പോകും. അത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ ആ സർവീസ് സെൻറ്ററിനെ കൊണ്ടുവരുന്നത്. അത് വലിയ സക്സസ് ആണെന്ന് വേണം പറയാം. വലിയ സക്സസ്. അതെ അതെ, 100%. കാരണം അവരൊക്കെ തന്നെ എൻ്റെ കൂടെ എല്ലാ ആൾക്കാരും ഓണർഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ ജോലി ചെയ്യല്ല, അവരുടെ സ്വന്തം സ്ഥാപനമായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ട് എൻ്റെ പാർട്ട്ണർമാരാണ് അവർ. അതെ അതെ അതെ, ഞാൻ അതിലേക്ക് തന്നെ വരുമായിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവനക്കാരെല്ലാവരും നമ്മൾ ഇടവും വലവും ചേർത്ത് വെച്ചിരിക്കുകയാണ് അവരല്ലേ. അവർ പല ഉപദേശങ്ങളും തരാറുണ്ടല്ലോ. ഇപ്പം ഷാജിക്ക ഒരു എവിടേക്കും പോകുമ്പോൾ എല്ലാ സ്റ്റാഫിനെയും കാണുന്നുണ്ടല്ലോ, എവിടെയും എല്ലാ ഷോറൂമിലും. അപ്പോൾ അവർ തരുന്ന ഉപദേശങ്ങളുണ്ടാവുമല്ലോ, ഇങ്ങനെ നമ്മളോട് വന്ന് തുറന്ന് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല സജഷൻസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമല്ലോ. നല്ല ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ മാത്രമല്ല, ഇതൊരു ടീം വർക്കാണല്ലോ. അപ്പം നല്ലത് എന്തായാലും നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ടീമെന്നായാലും സ്റ്റോറിൽ ഒക്കെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്നായാലും ഒക്കെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. പുതിയ പുതിയ ഷോപ്പിലേക്ക് ആളുകൾ എടുക്കുന്നത് എങ്ങനെയാണ്? എല്ലാം നമ്മളല്ല, എല്ലാം ഷാജിക്കല്ല. അതാണ് നമ്മൾ എടുത്ത് പറയുന്നത്. ഈ കമ്പനിയുടെ വിജയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. അതിൽ കസ്റ്റമേഴ്സിനും നല്ല, കാരണം അതില്ലെങ്കിൽ ഇത്രയും അധികം കസ്റ്റമർ നമുക്ക് ഉണ്ടാവില്ലല്ലോ.